പരുന്തുംപാറയിലോട്ടാ കേട്ടോ. അവിടെ നമ്മളൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ റിസോർട്ടിൽ വിളിച്ചു നോക്കിയപ്പം നമുക്ക് റൂം അവൈലബിൾ ആണ്. ഒന്നും നോക്കിയില്ല, റൂം അങ്ങ് ബുക്ക് ചെയ്തു. പെട്ടിയും കുട്ടികളുമായിട്ട് നമ്മൾ നേരെ പരുന്തുംപാറയിലോട്ട് പോവാണ്. കുട്ടിക്കാലത്ത് എത്തിയില്ല, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പരുന്തുംപാറ കുറെ തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ പരുന്തുംപാറ താമസിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ റിസോർട്ടിൽ രാവിലെ ഒന്നുമല്ല, ഒരു ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ റൂം ഒഴിവുണ്ട്. അപ്പൊ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് പരുന്തുംപാറയിലോട്ട്. ഇന്ന് നമ്മൾ പരുന്തുംപാറയിലാണ് സ്റ്റേ. അല്ലേട്ടൻ പറഞ്ഞിട്ടുണ്ട് പരുന്തുംപാറ അടിപൊളിയാണ്. നമ്മൾ പോയിട്ടുണ്ട് എന്നല്ലാതെ താമസിച്ചിട്ടില്ലല്ലോ, പക്ഷെ അല്ലേട്ടൻ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് പരുന്തുംപാറ സ്റ്റേ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ പാലയിൽ നിന്നാണ് കേട്ടോ പരുന്തുംപാറ പോകുന്നത്. ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. 1.5 മണിക്കൂർ ഉണ്ടോ? 1.5 മണിക്കൂർ കാണത്തേ ഉള്ളൂ. നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് വാഗമണ്ണിലോട്ട് നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പരുന്തുംപാറയിലോട്ട് 1.5 മണിക്കൂറാണോ? 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പം നമുക്ക് പോവാം. നമ്മൾ കുട്ടിക്കാനത്ത് ഓപ്പൺ കിച്ചണിലാണ് വന്നത് കേട്ടോ. നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിച്ചിട്ട് നമുക്ക് പരുന്തുംപാറയിലോട്ട് പോവാം. ഓപ്പൺ കിച്ചണിലെ ഫുഡ് എന്ന് പറയുന്നത് പണ്ട് ഇതിനെക്കാട്ടി ബെറ്റർ ആയിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് വളരെ മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുട്ടിക്കാനത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിച്ചാൽ നല്ല വൈബുമാണ്, നല്ല ഫുഡുമാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ പരുന്തുംപാറയിലോട്ട് പോവുകയാണ് കേട്ടോ. പരുന്തുംപാറ കയറണമെങ്കിൽ പുതിയ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 20 രൂപ ടിക്കറ്റ് എടുത്തെങ്കിലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാ. അങ്ങനെ നമ്മൾ പരുന്തുംപാറ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അല്ലേട്ടൻ പോയി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് റൂമിലോട്ട് പോകാം. പാർക്ക് ചെയ്യുന്നത് അങ്ങ് മുകളിലാണേ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമ്മൾക്ക് ഇവിടെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കാറ് കൊണ്ടുവന്ന് മുകളിൽ പാർക്ക് ചെയ്യാമെന്ന്. എങ്കിൽ പെട്ടികളെയും കുട്ടികളെയും കൊണ്ട് നമ്മൾ താഴോട്ട് വരാൻ കുറേയധികം ബുദ്ധിമുട്ടും. പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ്. അപ്പം നമുക്ക് പെട്ടിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കാം. പാർക്കിംഗ് അങ്ങാണോ അല്ലേ ഏട്ടാ? അപ്പം നമുക്ക് കോട്ടേജിലോട്ട് നടക്കാം. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ കോട്ടേജ്. ഏതാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ്. നമ്മൾ കയറി റൂമൊക്കെ കണ്ടു. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാമേ. അവിടെ നല്ല വ്യൂ ആണ് നല്ലതായിട്ടും പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതുകൂടെ പോയി കണ്ടിട്ട് വരാം. വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടാണ് കേട്ടോ. ഇതും ഇവരുടെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ അവിടെ അല്ല താമസിക്കുന്നത്, താഴെ കോട്ടേജിലാണ് താമസിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആ പരുന്തുംപാറ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അല്ലേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അത് ഇവിടാണ് കേട്ടോ താമസിച്ചത്. അല്ലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാലും പോരാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമ്മുടെ കോട്ടേജ് എന്ന് പറയുമ്പം ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇവിടെ വരുന്നില്ല എന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് എന്താ വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ, അത് കാരണമാണ് പറഞ്ഞത്.
ആൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. പക്ഷേ വ്യൂ അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു ദിവസം നിങ്ങൾ വാഗമൺ വരാതെ ഇവിടെ വന്ന് താമസിച്ച് നോക്കണം കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ ബാക്കിലുള്ള വ്യൂ കണ്ടോ നിങ്ങൾ? അടിപൊളി വ്യൂ അല്ലേ? ഇത് ഭംഗിയാണ്. നോക്കൂ, ബാക്കിലാ കാണുന്നത് പരുന്തുംപാറയാണ് കേട്ടോ. അതായത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമ്മളിപ്പം ഇവിടെ ചെറിയ റോഡ് കണ്ട് ആ റോഡിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ. എവിടെ എത്തുമെന്ന് അറിയത്തില്ല. എനിക്ക് പോകുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഞാൻ കണ്ടായിരുന്നു, പരുന്തുംപാറ പുലിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ആൾക്കാർ പോകുമ്പം വണ്ടിയുടെ ഫ്രണ്ടിൽ പുലി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. അത് കാരണം എനിക്ക് ചെറിയൊരു പേടിയില്ലാതില്ല. ഇത് നേരെ താഴോട്ടാണ്. എങ്ങോട്ട്? വളഞ്ഞ് താഴോട്ട്. അതെങ്ങോട്ട് പോവായിരിക്കും? അടിവാരം. അടിവാരോ? അടി. ഈ കൊന്നിന്റെ അടി. വേണ്ട, ഇനി നമ്മളിത് മൊത്തം കയറേണ്ടി വരും. ആണ്ടെ താഴോട്ടാ വഴി. ഇനി നമ്മൾ അങ്ങോട്ട് കടന്നു പോയാൽ അത് ഫുള്ള് നമ്മൾ കയറേണ്ടി വരും. അത് നമുക്ക് തിരിച്ചു പോവാം. വരും, ബാ. ബാ, വരുവാ. നമ്മള് കുറച്ചധികം നടന്നു തോന്നി ഇങ്ങോട്ട്. കേരളം കുറച്ച് കാണാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് കോട്ടേജിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ കോട്ടേജ്. അപ്പോൾ ഈ മെയിൻ വഴി കൂടെ നമുക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിച്ചൺ ഏരിയ പോലത്തെ സംഭവം ഉണ്ട്. പക്ഷെ കെറ്റിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ഒരു റൂമാണ്. ഇവിടെ ഒരു കബോർഡുണ്ട്. വേറൊരു റൂം ഇതാണ് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അത്ര സുഖമൊന്നുമില്ല. ഇത് വേറൊരു ബെഡാണ്. ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. റൂം എന്ന് പറയുന്നത് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിടാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അല്ലാതെ നല്ലതായിരുന്നു അല്ലേട്ടൻ പറയുന്നത്. ഇത് വന്ന് അല്ലേട്ടൻ ഇവിടെ ആദ്യമേ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല റൂമായിരുന്നു, ഒരുവിധം നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഇവർ കൊണ്ടുപോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത്ര പോരാ. പക്ഷെ വ്യൂ അടിപൊളിയാണ്. ഇവർ പക്ഷെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ കുറേ ബെറ്റർ ആയിരുന്നു. അവിടെ ഇല്ലേ? അവിടെ ഫാൻ ഇല്ലേ? ഫാനിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ. നമുക്ക് ഈ ഞാൻ പരുന്തുംപാറ ഇതുവരെ താമസിച്ചിട്ടില്ല. വേറെ റിസോർട്ടുകളൊന്നും പരുന്തുംപാറയിൽ അങ്ങനെ നമുക്ക് അറിയത്തതുമില്ല കേട്ടോ. ഇതല്ലായിട്ട് നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ടായതാണ് നമ്മളിവിടെ നിന്ന് എടുത്തത്. അത് തന്നെയല്ല നമ്മൾ തീരുമാനിച്ചത് തന്നെ ഇന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ വിളിച്ചു നോക്കിയപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകുന്നതാണ്. സാരമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ആ റിസോർട്ട് കണ്ടോ? അത് നല്ല റിസോർട്ടാണ് കേട്ടോ. ഫ്രണ്ട് കിടക്ക് പങ്കു. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. റിസോർട്ടിൻ്റെ പേര് അവാഗമേ എന്നാണ് കേട്ടോ. ഇവിടെ ഒരു ദിവസത്തേക്ക് റേറ്റ് എന്ന് പറയുന്നത് 4500 രൂപയാണ്. പിന്നെ ഫുഡൊക്കെ നമ്മൾ വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഫുഡിന് എക്സ്ട്രാ ചാർജാണ് കേട്ടോ. നമ്മൾ ആദ്യം വന്ന് നിന്ന സ്ഥലമില്ലേ, അവിടെ വന്ന് നിൽക്കുകയാണേ. ഇതോ അവിടെയാണ് കേട്ടോ പരുന്തുംപാറ. ഇപ്പം നന്നായിട്ട് കാണാം. അവിടെ പരുന്തുംപാറയിൽ കുറേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ടേ. അവിടെ ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് അവർ ഡാൻസ് കളിച്ച് അടിച്ചു പൊളിക്കുകയാണ്.
കോട്ടേജിനാണ് കേട്ടോ 4500 രൂപ. ദേ ഇവിടെ കാണുന്ന പ്രോപ്പർട്ടിയില്ലേ, ഇവിടെ റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ അത്രയും രൂപയൊന്നും ആവത്തില്ല കേട്ടോ. ഒരു ലൈറ്റ് പോലും കാണുന്നില്ല, പക്ഷെ അവിടെ ലൈറ്റ് എല്ലാം ഉണ്ട്. കോട മൂടിയേക്കാണ്. മൊത്തം കോട കയറി. ഇങ്ങനെ കോട കയറി കയറി വരുന്നുണ്ട്. നല്ല തണുപ്പും ഉണ്ട്. അങ്ങനെ 4 പേരും കൂടെ ഗംഭീരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അവർ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 3 മണി 3:30 ആയപ്പോൾ വെളുപ്പിന് നല്ല തണുപ്പായിരുന്നു. നോക്കിയപ്പോൾ നമ്മളുടെ ഗ്ലാസ്സുകളിലെല്ലാം ഇങ്ങനെ മഞ്ഞുതുള്ളി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇതിപ്പോൾ രാവിലെയാണേ. ഹായ് ഗൈസ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇന്നലെ വന്നപ്പോൾ നമുക്ക് റൂമുകളും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. പക്ഷേ ഇവിടുത്തെ തണുപ്പുണ്ടല്ലോ, എൻ്റെ ദൈവമേ എന്തോ തണുപ്പായിരുന്നെന്നറിയാമോ. രാത്രിയിൽ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മുടെ മൂന്നാറൊക്കെ പോകത്തില്ലേ, അതുപോലത്തെ തണുപ്പാണ്. സൂപ്പറായിരുന്നു കേട്ടോ. അതുമാത്രമല്ല രാവിലത്തെ ആ വ്യൂ അടിപൊളി വ്യൂ ആണ്.
ഇത് ഭംഗിയാണെന്നറിയോ വ്യൂ കാണാൻ. നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം. അങ്ങനെ വണ്ടികളുടെ ശബ്ദമോ ഒന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടക്കാം. മണം കിട്ടുന്നില്ലേ? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം മുട്ടക്കറി. അതിൻ്റെ മണമായിരിക്കും അത്. അടിപൊളി വ്യൂ ആണേ. ഇത്ര രസമെന്നറിയാം കാണാൻ. പക്ഷേ നമ്മൾ ഗൈസിനെ കാണിക്കാം. റൂമും കാര്യങ്ങളൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കണ്ട. പക്ഷേ ഇവിടുത്തെ താമസം ഒരു വട്ടമെങ്കിലും നിങ്ങൾ വന്ന് താമസിക്കേണ്ടതാണ് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർ വന്ന് താമസിച്ച് നോക്കുക. അടിപൊളിയാണ്, തണുപ്പും അടിപൊളിയാണ്. രാത്രി നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് പാട്ടൊക്കെ വെച്ച് നമ്മൾ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അടിപൊളി വൈബാണ് കേട്ടോ. നോക്കൂ, ഇത് നോക്കിക്ക്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ബാക്കിയെല്ലാം മറന്നു പോകും. സൂപ്പറാണ് കേട്ടോ. നോക്കിക്കേ, ഒരു വണ്ടികളുടെ സൗണ്ട് ഒന്നുമില്ല. എന്തോ പാട്ടെന്തോ വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ഇതുവരെ ഒരു പ്ലാനും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ കാറ് പാർക്ക് ചെയ്തെടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലത്തെ വ്യൂ ആണേ. ദേ അത് പരുന്തുംപാറയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ കോടയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ദേ സൈഡിൽ അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ ആണേ. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നേക്കാണ്. സൂപ്പർ വ്യൂ. നമ്മൾ റൂമും കാര്യങ്ങളൊന്നും കാര്യമാക്കിയേ വേണ്ട, അടിപൊളിയാണ്. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ദിവസം കൂടെ ഒന്ന് നിൽക്കാമെന്ന്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നേനെ കേട്ടോ. ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ നല്ല കോടയാവും. പക്ഷെ മഴയില്ല, ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു, പിന്നെ അങ്ങ് പോയി. ഇപ്പോൾ വെയിലായി.
റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ പരുന്തുംപാറ ഈ വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ താമസിച്ച റിസോർട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച റിസോർട്ട്. ഞാനിപ്പോൾ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇന്നലെ ഇവിടെ നിന്നിട്ടായിരുന്നു നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചത്. നമ്മള് പരുന്തുംപാറയിൽ നിന്ന് നേരെ കുട്ടിക്കാനത്ത് വന്നേക്കാണ് കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയത്തില്ല, അല്ലായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. എങ്ങോട്ടാ പോകുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മാത്രമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. ചുമ്മാ കേട്ടോ, നമുക്ക് മാത്രമൊന്നും അല്ല, എല്ലാവർക്കും വന്ന് കാണാം. വ്യൂ പോയിന്റ് പോകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാവും. എന്നിട്ട് മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങള് തൃശങ്കൂർ ഹെവനിൽ റൂം എടുക്കും. തൃശങ്കൂർ ഹെവൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ വഴി കൂടാണ് നമ്മളുടെ പ്രൈവറ്റ് വ്യൂ പോയിന്റ്. കുട്ടിക്കാനത്ത് നിന്ന് തൃശ്ശങ്കൂർ ഹെവനിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയെ വരുമ്പോഴാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ട് മുമ്പേ കാണിച്ചു തന്ന ആ ഒരു സിഗ്നൽ കാണാൻ പറ്റുന്നത്. ഒരു പള്ളിയുടെ എന്തോ സംഭവം തോന്നുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു വഴി കിടപ്പുണ്ട്. അതിൽ കൂടെ നേരെ ഇങ്ങനെ കയറി വന്നാൽ മതി. അടിപൊളി വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മളുടെ സ്പെഷ്യൽ വ്യൂ പോയിന്റ് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ കോട പറക്കുന്നത് കണ്ടോ. ഇവിടെ ഫുള്ള് കോടയാണ്. ഇവിടുന്ന് പറഞ്ഞത് അങ്ങോട്ട് പോയി എല്ലാം. വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഓപ്പൺ കിച്ചണിൽ വന്നതാ കുട്ടിക്കാനത്ത്. ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ടാണോ അതോ ഇവിടെ കുട്ടിക്കാനത്ത് തൃശ്ശങ്കൂർ ഹെവനിൽ റൂം എടുക്കാനോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.